ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞങ്ങൾക്ക് രണ്ടൊരു ഓഫാണ്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് വിചാരിച്ച് എവിടെ പോകും നോക്കിയിരുന്നപ്പോഴാണ് ഇവിടെ അടുത്തായിട്ട് ഒരു 2 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ഥലം കണ്ടുപിടിച്ച് മറ്റേ കയാക്കിങ് അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് സെൻറ്റ് ആൻഡ്രൂസ് ലേക്ക് എന്ന് പറഞ്ഞത്. എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ച്. ഈ പാലം വല്ല കണ്ടുപിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നമ്മുടെ ഇപ്പോൾ ഈ എമ്പുരാൻ കണ്ടവർക്ക് അറിയാൻ പറ്റും. അതിനകത്ത് ഈ കാണിക്കേണ്ട ഈ പാലം തന്നെയാണ് തോന്നുന്നത്, കറക്റ്റ് അറിയത്തില്ല. ഇന്ന് നമ്മൾ മെയിനായിട്ട് 2 സ്ഥലങ്ങളിലാണ് പോണേ. ഞങ്ങൾ ഒരു ഉച്ചയ്ക്കായപ്പോൾ ഇറങ്ങിയാണ്. സെൻറ്റ് ആൻഡ്രൂസ് ലേക്കിലേക്ക് കേംബ്രിഡ്ജിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ ഡിസ്റ്റൻസാണ് കാണിക്കണത്. അപ്പോൾ അത് കഴിഞ്ഞ് സൺസെറ്റ് കാണാനായിട്ട് സ്റ്റോൺ ബേ എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട്. അവിടുന്ന് ആ ലേക്കിൽ നിന്ന് 1 മണിക്കൂർ പിന്നെയും ട്രാവൽ ചെയ്യണം. അപ്പോൾ പിന്നെ സൺസെറ്റ് അവിടെ പോയി കാണാമെന്ന് വിചാരിച്ച്. അങ്ങനെ 2 സ്ഥലങ്ങളാണ് കാണിക്കണം തോന്നുന്നു, സ്റ്റോൺ ബേയും പിന്നെ സെൻറ്റ് ആൻഡ്രൂസും. ഈ പച്ച കളറിലെ വെള്ളത്തിലാണ് കയാക്കിങ്ങും പിന്നെ കുറച്ച് അങ്ങനത്തെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷേ നമ്മൾ പോയത് തിങ്കളാഴ്ചയാണ്. തിങ്കളും ചൊവ്വയും ഇവിടെ എല്ലാം ഹോളിഡേ ആണ്. ഞങ്ങൾ ചെന്ന സമയത്താണ് അറിഞ്ഞത്. അതൊരു നഷ്ടമായി പോയി, അല്ലെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് വരവുള്ളായിരുന്നു. ഇത് അക്വ പാർക്ക്, മറ്റേ പിള്ളേർക്ക് കളിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് ഉള്ള ഒരു സെറ്റപ്പാണ്. ഇവിടെ അധികം താഴ്ചയൊന്നുമില്ല. പിള്ളേർ കളിക്കണതിൻ്റെ പേരിൽ വലിയ വെള്ളമില്ലാത്ത സ്ഥലത്താണ് ചെയ്തേക്കുന്നത്. ഇവിടെ വരാൻ താല്പര്യമുള്ളവർ നേരത്തെ നോക്കി ബുക്കൊക്കെ ചെയ്തിട്ട് തന്നെ ഇന്ന് ഓപ്പണിങ് കാണാനല്ലേ എന്നൊക്കെ, അല്ലെങ്കിൽ ഇതുപോലെ പോകും. പിന്നെ ഇവിടെ ചെറിയ ബർത്ത്ഡേ പാർട്ടി അങ്ങനത്തെ കുഞ്ഞു പരിപാടിയൊക്കെ കൂടെ നടത്താൻ പറ്റും. ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയത്. പിന്നെ എന്നാലും അവിടെ ചെത്തിയപ്പോൾ നല്ല വിശപ്പ്. അപ്പോൾ അടുത്ത മെക്ഡി കയറി ഷേക്കും കാര്യങ്ങളൊക്കെ കുടിച്ച് പിന്നെ നേരെ വിട്ടത്. സ്റ്റോൺ ബേ അത്യാവശ്യം അടിപൊളിയാണ്ട് കാണാനായിട്ട്. ഞങ്ങൾ എത്തിയപ്പോൾ ഒരു 5 മണി 5:30 ഉണ്ടായി. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു 4 മണിക്കൊക്കെ എത്തിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അടിപൊളിയായിരുന്നു. 3 മണി 4 മണിയൊക്കെ ആകുമ്പോൾ എത്തിയാൽ നല്ല വെയിലും നല്ല രസമായിരിക്കും. നമ്മുടെ വർക്കലേക്ക് ആ ഒരു ടച്ച് ഹിൽ ടോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാനിവിടെ UK വന്നിട്ട് അത്യാവശ്യം കുറച്ച് ബീച്ചുകളിൽ പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ ബീച്ചായിട്ട് സാമ്യമുള്ളത് ഇതാണ് ആയി കണ്ടത്. ആ മണലും കാര്യങ്ങളൊക്കെ അതേപോലെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ചെന്നാൽ അതേപോലത്തെ ഒരു ബീച്ചായിട്ട് കാണേണ്ടത്. തിരയും അത്യാവശ്യം അതുപോലത്തെ തിരകളൊക്കെ തന്നെയുണ്ട്. മറ്റു ബീച്ചുകളിലൊക്കെ തിരയും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. ഇത് പോസ്റ്റ് ചെയ്ത് നിൽക്കണതൊന്നുമല്ല കേട്ടോ, ബീച്ചിലേക്ക് ആദ്യം കൊണ്ടുവന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് വഴക്കിട്ട് നിൽക്കണതാണ്. നമ്മുടെ നാട്ടിലെ കുതിരണ്ടാണുള്ള പോലെ ഇവിടുത്തെ ഒരു ടണൽ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.